ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഓണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ജീവിതം മുഴുവനും ഭഗവാൻ കൃഷ്ണൻ വളരെയധികം ധനം തന്നുകൊണ്ടേയിരിക്കും. ധനം ഒരു പെരുമഴ പോലെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഭഗവാൻ നിങ്ങളിലേക്ക് ധനം വർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ചെയ്യേണ്ട ദിവസം സെപ്റ്റംബർ 15 തീയതി 2024 തിരുവോണം. അതിന് തലേന്ന് ഉത്രാടത്തിനാണ് സെപ്റ്റംബർ 14 തീയതി. അന്ന് എന്താണ് പ്രത്യേകത? അന്ന് ശനിയാഴ്ചയും കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശിയും കൂടാണ്, വെളുത്തപക്ഷ ഏകാദശിയും കൂടാണ്. അന്ന് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ എന്നേക്കുമായി നിങ്ങൾക്ക് ഈശ്വരൻ ഭഗവാൻ കൃഷ്ണൻ ധനവും പെരുമഴ പോലെ വർഷിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളിലേക്ക്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞ കൃഷ്ണവിദ്യ ചെയ്ത ഒരാൾക്കാണ് ഒരു പ്രാവശ്യം വലിയ രീതിയിലുള്ളൊരു സാമ്പത്തികം ഉണ്ടായ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു ഭാഗ്യകടാക്ഷം വഴി സാമ്പത്തികം ഉണ്ടായതായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ പറയുന്ന ഓരോ കാര്യവും ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്, അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ഇന്നേ വരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ അകവും പുറവും എല്ലാം ശിവൻ മാത്രമേ ഉള്ളൂ. ഓരോ ശ്വാസത്തിലും ആ ശിവനാമമാണ് ജപിക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇന്നേ വരെ വീഡിയോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന, മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന, ആളുകൾക്ക് പ്രയോജനം കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഏതൊരാൾക്കും പ്രയോജനം ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് പറയുന്നത്. അതൊക്കെ ആളുകൾക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് പ്രയോജനം കിട്ടിയ കാര്യങ്ങളാണ്. അല്ലെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. എൻ്റെ വീഡിയോയിൽ ഇതുവരെ ഏതൊരാൾക്കും ഒരു നല്ലതെന്ന് ഉറപ്പുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതും അത്തരത്തിലുള്ളൊരു കാര്യമാണ്. ഇനിയും ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കുള്ള എൻ്റെ ഒരു ഓണ സമ്മാനമായിട്ട് ഒരു ശിവവിദ്യ പറഞ്ഞു തരുന്നുണ്ട്. ഈ ശിവവിദ്യ ഓരോ ശ്വാസത്തിലും ശിവനെ ജപിക്കുന്ന, വേറൊരു ചിന്തയില്ലാതെ ശിവനെ ജപിക്കുന്ന എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. അത് നിങ്ങളുടെ എത്ര ജന്മങ്ങൾ നിങ്ങൾ ജനിച്ചോ അതിൽ വെച്ച് ഏറ്റവും കിട്ടാവുന്ന വലിയ വിദ്യയായിരിക്കും. അത് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ കാണുക. ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഈശ്വരൻ നിശ്ചയിക്കട്ടെ. ഞാൻ ഏതായാലും പറയുന്ന കാര്യം ആ ശിവനിൽ സമർപ്പിച്ചെല്ലാം പറഞ്ഞു തരുവാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനേതായാലും പറയേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ മുഴുവൻ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാക്കാനും, നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്കതൊക്കെ അനുഭവമാകും. അത് നിങ്ങളുടെ ഭാഗമാണ്. അത് നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തവർക്കൊക്കെ ബലം ഉണ്ടായിട്ടുണ്ട്. ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്, അല്ല മറ്റൊന്നും കൊണ്ടല്ല. ഇനി ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അല്ലാത്തപ്പം പ്രാണായാമം, ശിവവിദ്യ അങ്ങനെയുള്ള ചില വിദ്യകളിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. വാട്സപ്പിൽ ഇടുക. അതിനാണ് വാട്സപ്പ് ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ലളിതമായി ഏതൊരാൾക്കും ചെയ്യാവുന്ന. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ശരനൂൽ വിദ്യ. ഏതൊരാളും ഇപ്പം പലർക്കും പല മന്ത്രങ്ങളും അവരുടെ കൈരേഖ ഗ്രഹനില അനുസരിച്ച് എല്ലാ മന്ത്രങ്ങളും ഫലിക്കണമെന്നില്ല. അവർക്ക് ചൊല്ലേണ്ട മന്ത്രങ്ങൾ, ചൊല്ലേണ്ട സമയം, ചൊല്ലേണ്ട ക്രമം, പിന്നെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ, ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട രീതി പലർക്കും പല രീതിയായിരിക്കുള്ളൂ. അതുപോലെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ശരനൂൽ രഹസ്യങ്ങൾ, രാവിലെ എങ്ങനെ എഴുന്നേൽക്കണം, എങ്ങോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കണം, ഒക്കെയുള്ള രഹസ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യേണ്ട രീതിയും കൂടെ പറയും. ചെയ്യേണ്ട രീതി ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ളവർ നോക്കിയാൽ മതിയെന്നും പറയും, അല്ലാത്തവർ നോക്കണ്ടെന്നും പറയും. ഇത്രയും ആവശ്യം നല്ല കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടിട്ട് ചെയ്യാതിരിക്കുക. ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി. ഇനി ഈ വീഡിയോയിലേക്ക് വരികയാണ്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ ഒക്കെ ഒരു ഓണം ഞാൻ അഡ്വാൻസായിട്ട് ഇപ്പോഴേ നേരുകയാണ്. ശിവനാമത്തിൽ നേരുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ വീട്ടിലും ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകട്ടെ. പിന്നെ ഈ ഓണസമയമാകുമ്പോൾ ഈ വീടുകളിലൊക്കെ സാധാരണ വീടുകളിലാണ് കൂടുതലും കാണുന്നത്. അതായത്
സാധാരണ വീടുകളിൽ നിന്നുമല്ല, മിക്കവാറും പലയിടത്തും കാണുന്നതാണ്. അതായത് ഈ എല്ലാവരും ഇല്ല, ചിലർ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ, വീട്ടിലൊരു സമാധാനമില്ലാതെ, ഓണത്തിന് ആഹാരത്തിന് ഭക്ഷണം പോലും ശരിക്കും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിന് ഞാനൊരു വിദ്യ പറഞ്ഞുതരാം, തീർച്ചയായിട്ടും പറഞ്ഞുതരാം. കാരണം എല്ലാവരുടെയും വീട്ടിൽ ആ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നിങ്ങൾ അതൊക്കെ ബലം കിട്ടിയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. ഇതെല്ലാം ഇന്ന് വീഡിയോ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഓണത്തിൻ്റെ തലേന്ന് ചെയ്യേണ്ട ഈ കൃഷ്ണവിദ്യ, അത് ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. 2, ഈ മദ്യപാനം പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സന്തോഷത്തോടെ ഇരുന്ന് ഓണത്തിന് ഒരു നുള്ളു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി തരും. അതിനുള്ള ഒരു നല്ലൊരു വഴിപാട് പറഞ്ഞുതരാം, നല്ല കാര്യമാണ്. 3, ശിവൻ്റെ നിങ്ങൾ എത്ര ജന്മം എടുത്താലും കിട്ടാത്ത ഒരു ശിവവിദ്യ എൻ്റെ ഓണസമ്മാനമായിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോഴേ ശനിയാഴ്ച സെപ്റ്റംബർ 14-ാം തീയതി രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വാങ്ങണം. അത് ഏത് തരത്തിലുള്ള ഫോട്ടോ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ പശുവിൻ്റെ കൂടെ കൃഷ്ണനോട് നിൽക്കുന്ന, പശുവിൻ്റെ കൂടെ കൃഷ്ണൻ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇതിപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഫോട്ടോ ആണെങ്കിലും മതി, പിന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോ ആണെങ്കിലും നല്ലതാണ്. എന്നിട്ട് ഈ ഫോട്ടോയുടെ ഞാൻ ഒരു രഹസ്യവിദ്യയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. ഈ ഗ്ലാസ്, ഇവിടെ ഗ്ലാസ് കാണുമല്ലോ, പറഞ്ഞാൽ മനസ്സിലായിട്ട്. ഈ ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് അങ്ങ് മാറ്റാം. അതിങ്ങനെ ഗ്ലാസ് മാറ്റാം, അല്ലെങ്കിൽ ഗ്ലാസ് ഇവിടെ ഇല്ലാത്ത ഫോട്ടോ മേടിക്കാം. ഇനി ഗ്ലാസ് ഉള്ള ഫോട്ടോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗ്ലാസ് ഇല്ലാത്ത ഒരു ഫോട്ടോയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഗ്ലാസ് ഉള്ള ഫോട്ടോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ സാധാരണ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമല്ലോ വിളക്കിൻ്റെ മുന്നേ നിന്ന്, അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഒന്നുകൂടെ കൈയും കാലും മുഖം കഴുകിയിട്ട് കൃഷ്ണൻ്റെ ഈ ഫോട്ടോ വിളക്കിൻ്റെ മുന്നിൽ വെക്കണമെന്നില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കാം. വിളക്കിൻ്റെ മുന്നിൽ വെക്കണമെന്നില്ല, എവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ഷെൽഫിലോ എവിടെ വേണമെങ്കിലും വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലെ സൗകര്യം അനുസരിച്ച് ചെയ്യുക, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. ഭഗവാൻ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. എല്ലാ കുഴപ്പങ്ങളും ഇല്ലാതാക്കുന്നതാണ് ഭഗവാൻ. എല്ലാത്തിനും എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണുന്നതാണ് ഭഗവാൻ. ഭഗവാൻ എവിടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. വിളക്ക് കത്തിക്കുന്നിടത്തല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ഷെൽഫിലോ ഒക്കെ വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ഫോട്ടോയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ ചെറിയൊരു പാത്രത്തിൽ ഒരു ചെറിയൊരു തട്ടം വെച്ച് ആ തട്ടത്തിൽ ഒരു കർപ്പൂരം, സാധാ കർപ്പൂരമാണേലും മതി. ഇപ്പം പച്ചക്കർപ്പൂരം വേണമെന്ന് നിർബന്ധമില്ല, സാധാ കർപ്പൂരം ആണേലും മതി. ഇപ്പം ഞാനങ്ങനെ ചെയ്യുന്നുള്ളൂ. ആദ്യം പച്ചക്കർപ്പൂരം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ തീർന്നു പോയി കഴിഞ്ഞ് പച്ചക്കർപ്പൂരം മേടിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് സാധാ കർപ്പൂരം ഞാൻ കത്തിക്കുന്നു, അതിലൊന്നും കുഴപ്പമില്ല. അപ്പം പച്ചക്കർപ്പൂരം ആണെങ്കിലും നല്ലത്, ഇല്ല സാധാ കർപ്പൂരം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കൈയും കാലും മുഖം ഒന്ന് കഴുകിയ ശേഷം ഈ ഫോട്ടോയുടെ മുന്നിൽ പച്ചക്കർപ്പൂരം കത്തിച്ചിട്ട് നിങ്ങൾ ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടതുകൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർപ്പൂരനാളത്തെ നോക്കി ഞാനീ പറയുന്ന മന്ത്രം ചൊല്ലണം. സമയം എപ്പോഴാണെന്നറിയാവോ? രാവിലെ 5:30-ക്കും 6 മണിക്കും ഇടയ്ക്കാണ്. ആ സമയത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സൂര്യോദയത്തിന് മുമ്പ്. സൂര്യോദയം ശരാശരി ഒരു 6:30-യോടടുത്തായിരിക്കും. അപ്പോൾ 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് രാവിലെ ചെയ്യണം. ഈ പറയുന്ന ദിവസം മാത്രം ആ സമയത്ത് ചെയ്താൽ മതി. ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്ക് രാവിലെ ഏത് സമയത്തും ചെയ്യാം. ആദ്യം തുടങ്ങുമ്പോൾ ആ സമയത്ത് ചെയ്യണം. രാവിലെ 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക്, സൂര്യോദയത്തിന് മുമ്പ്. അപ്പം മന്ത്രം ഇതാണ്: ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സർവകാര്യം കുരു സ്വാഹ. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. കുരു എന്ന് വെച്ചാൽ പെട്ടെന്ന് നടത്തി തരണമെന്നതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. എന്നാലും ഒന്നുകൂടെ ഞാൻ ചൊല്ലി കേൾപ്പിക്കാം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സർവസൗഭാഗ്യം കുരു സ്വാഹ എന്ന് 3 തവണ ജപിക്കുക. കർപ്പൂരനാളത്തെ നോക്കി, ഭഗവാനെ എനിക്ക് അന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും ഐശ്വര്യങ്ങളും നൽകണേ. ഭഗവാനെ അവിടുത്തെ എല്ലാ അനുഗ്രഹത്തിനും നന്ദി എന്ന് 3 പ്രാവശ്യം ഈ
കർപ്പൂരനാളത്തെ നോക്കി വാഗുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രാർത്ഥിക്കാം. 2 രീതിയിലും ചെയ്താൽ തെറ്റില്ല. ഇത് ഇങ്ങനെ വീട്ടിൽ ചെയ്യുക. ഈ പറഞ്ഞ ദിവസം രാവിലെ ഓണത്തിൻ്റെ തലേന്ന്, ഇത് നമ്മൾ ശനിയാഴ്ചയാണ് തുടങ്ങി വെക്കുന്നത്. ഓണത്തിൻ്റെ തലേന്നെന്ന് പറഞ്ഞാൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയാണ്. അന്ന് ഏകാദശിയും കൂടാണ്. ശനിയാഴ്ച ഏകാദശിയും കൂടെ വന്നാൽ വളരെ വളരെ വലിയ ഫലമാണത്. കാരണം പ്രത്യേകിച്ച് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി, ഇത് 3 കാര്യങ്ങളാണ് ഒന്നിച്ച് വരുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഒന്നിച്ച് വരിക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ, കൃഷ്ണന് വഴിപാട് ചെയ്താൽ ഭഗവാൻ ആ ഭക്തനെ, ആ വ്യക്തിയെ, ഭക്തനായിക്കോട്ടെ ഭക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയെ കൈവിടത്തില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്കുണ്ട്. അതേ ദിവസം പല കാര്യങ്ങളും ചെയ്ത് ജീവിതത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും നേടിയെടുത്ത ആളുകളുണ്ട്. ഭഗവാന്റെ മുന്നിൽ വെച്ച് പറയുന്നത്, അതിനപ്പുറമില്ല. അപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി എന്ന് പറഞ്ഞാൽ വെളുത്തപക്ഷ ഏകാദശിയാണ്. അന്ന് കൃഷ്ണനെ ചില മന്ത്രങ്ങൾ ജപിച്ചാൽ, ചില പ്രാർത്ഥനകൾ ചെയ്താൽ, ചില വഴിപാടുകൾ ചെയ്താൽ ഭഗവാൻ ആ വ്യക്തിയെ ഒരിക്കലും കൈവിടുകയില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഇന്നോ നാളെയോ മാത്രമുള്ള ഉയർച്ചയ്ക്കുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു തരുന്നത്. എന്നേക്കുമായി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനുള്ള ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഇതാരും പറഞ്ഞു തരത്തില്ല. ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടുന്ന ഈ ഡേറ്റ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇത് കഴിഞ്ഞിനി പലരും പറയുമെന്ന് അറിയത്തില്ല. കാരണം അതുവരെ ഇത് ആർക്കും അങ്ങനെ ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വേറൊരാൾക്ക് പറയുന്നതിനകത്ത് എളുപ്പമാണ്. പക്ഷേ പറഞ്ഞു തരാത്തൊരു കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കാര്യങ്ങൾ ഒരിടത്തും കിട്ടത്തില്ല. ഞാൻ ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് മനസ്സിലായ ഒരുപാട് ആളുകളുണ്ട്. ജീവിതം തിരിച്ചു പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിൽ ഈ മുളകിൻ്റെ അരി കൊണ്ടൊരു വിദ്യ ചെയ്ത ഒരു വ്യക്തി തന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാ കടബാധ്യതയും മാറി അവർ ജീവിതം തിരിച്ചു പിടിച്ച ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ കൂടെ ഒരു രഹസ്യവിദ്യ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആരും പറഞ്ഞു തരത്തില്ല, അങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പം ചിലർ കേൾക്കും, ഇയാളെന്തോ എപ്പോഴും ആരും പറഞ്ഞു തരാത്ത കാര്യം എന്ന് പറയുന്നത്. ആരും പറഞ്ഞു തരാത്ത കാര്യം തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് അതിൻ്റെ വില മനസ്സിലാകുന്നത്. അത് നിങ്ങൾക്ക് വില മനസ്സിലാകുമ്പോഴേ അത് ഗുണം ചെയ്യത്തുള്ളൂ. കാരണം ഇതങ്ങനെ എളുപ്പം തോന്നും. നിങ്ങൾക്കിപ്പം കിട്ടുമ്പം തോന്നും ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇതൊന്നും എത്ര യുഗങ്ങൾ തടസ്സരുന്നാലും കിട്ടാത്ത ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ഇനിയും ഇപ്പം നമ്മൾ ഭഗവാന്റെ മുന്നിലൊരു തട്ടം വെക്കുന്നു. ഈ തട്ടത്തിനടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ ചെറിയൊരു ഉരുളി പോലൊരു തീരെ ചെറുതായത് കേട്ടോ. ഇത് ഒരു പാത്രം മേടിക്കുക. ഇതുണ്ട്, തീരെ ചെറുതാണ്. അടുത്ത് കാണുമ്പോൾ വലുതായിട്ട് ചിലപ്പം തോന്നും, ചെറുതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു നാണയം ഇടാം. ദിവസവും നാണയം ഇട്ടിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പാത്രം വെച്ചിട്ട് അതേ കർപ്പൂരം കത്തിക്കുക. കണ്ടല്ലോ, നാണയം ഇട്ടാൽ മതി. ഞാനിതിനകത്ത് പൈസ ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. നിങ്ങൾ നാണയം ഇട്ടാൽ മതി, ഫലം ഉണ്ടാകും. എന്നിട്ട് ഇത് 1-ാം തീയതി നാണയം എടുത്ത് എണ്ണാതെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ട് നടക്കി സമർപ്പിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അംശം സമർപ്പിക്കുന്നു, എനിക്ക് അന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ, ഭഗവാനെ എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് ഭഗവാൻ ഇത് കാണിക്കലിട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതെ, ശ്രീകോവിലോട്ട് നോക്കാതെ, മിണ്ടാതുരിയാടാതെ, ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ക്ഷേത്രത്തിൽ. ഇതെല്ലാം മലയാള മാസം 1-ാം തീയതി ആവർത്തിക്കണം. ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ നാണയം ഇടാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത് വെച്ചിട്ട് ഒരു കർപ്പൂരം കത്തിച്ചാൽ മതി. കണ്ടോ, അത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ വളരെ 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 ജീവിതത്തിലെ തലയിലെഴുത്ത് മാറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയുടെ പ്രാധാന്യം പറഞ്ഞല്ലോ. ശനിയാഴ്ചയും കൂടെ വരുന്നത്. ശനിയാഴ്ചയുള്ള ഫലം എന്നാ? നമ്മുടെ സർവ്വ ദുരിതങ്ങളും സർവ്വ പാപങ്ങളും സർവ്വ കർമ്മദോഷങ്ങളും ജന്മാനുജന്മങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കർമ്മദോഷങ്ങളും തീരും ശനിയാഴ്ച ഭഗവാനെ വിളിച്ചാൽ. ഭഗവാനെ ലോകം നിറഞ്ഞ്, വിഷ്ണു എന്ന് വെച്ചാൽ ലോകം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഭഗവാനെ എല്ലാത്തിനും അതീതനാണ് ഭഗവാൻ. ആ ഭഗവാനെ ശനിയാഴ്ച ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ചെയ്തു നോക്കിക്കൂ. ശനിയാഴ്ച ഭഗവാന് വഴിപാട് ചെയ്താൽ നമ്മൾ വ്യാഴാഴ്ച ഭഗവാൻ ഏറ്റവും പ്രിയമാണ്, ശരി തന്നെയാണ്. പല ദിവസങ്ങളുണ്ട് ഭഗവാന് പ്രിയമുള്ളത്. പക്ഷെ ശനിയാഴ്ച ഭഗവാനെ വിളിച്ചാൽ, വഴിപാട് ചെയ്താൽ ഭഗവാൻ ആ കർമ്മ ദുരിതങ്ങളിൽ നിന്ന് കരക്കയറ്റുന്ന അനുഭവം ഒരുപാടുണ്ട്.
ശനിയാഴ്ച ഏത് ദേവന് വഴിപാട് ചെയ്താലും ഫലം ഉണ്ടാകും. കാരണം ശനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മദുരിതങ്ങൾ തീരും അതോടുകൂടി. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ദുരിതങ്ങൾ തീരാൻ യോഗമുള്ളവരെ വീഡിയോ കാണത്തുള്ളൂ. അല്ലാത്തവരും പട്ടം പറപ്പിക്കുന്ന വീഡിയോയും ഒക്കെ ഇങ്ങനെ രസമുള്ള വീഡിയോയുടെ പുറകെ പോകും. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന, നമ്മളെ മാറ്റുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈശ്വരൻ മേലെ ഇരിക്കുന്ന തമ്പുരാൻ വിചാരിക്കണം, ഈശ്വരൻ വിചാരിക്കണം. അല്ലാതെ ഇതുപോലുള്ള നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ വരത്തില്ല. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ സമയമായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കാരണം ഓരോ ശ്വാസവും ശിവനെ ജപിക്കുന്ന ഒരു മനസ്സുകൊണ്ടായി പറയുന്നത്. അത് വെറുതെ ആകത്തില്ല. പട്ടം പറപ്പിക്കുന്നതും ഈ രസത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറകെയൊക്കെ പോകുന്നവർ അതിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കും. അവരൊരിക്കലും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ, അല്ലെ ജീവിതത്തിൽ ആ ഈശ്വരനെ അറിയാൻ പിന്നെയും ജന്മങ്ങൾ ജനിച്ച് മരിച്ച് ചിലപ്പോൾ ജനിമൃതികളിലൂടെ കടന്നു പോകേണ്ടി വരുമായിരിക്കും. നമുക്കറിയില്ല. അതൊക്കെ ഈശ്വരഹിതമാണ്. അപ്പം നിങ്ങളിത് അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പരമേശ്വരനെ അല്ലെങ്കിൽ കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തമാണ് നിങ്ങളിത് കാണുന്ന സമയം. പറഞ്ഞു മനസ്സിലായി. അതും ഇതും നമ്മൾ അറിഞ്ഞിട്ടോ ഇതിന് പുറകെ പോയിട്ടോ ഇല്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അപ്പോഴേ ശനിയാഴ്ചയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. അപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി, അതായത് വെളുത്തപക്ഷ ഏകാദശി എന്നാണ് അതിൻ്റെ പേര്. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി, അതും ശനിയാഴ്ചയും കൂടാണ്. അപ്പം ആ ദിവസം നമ്മൾ ഈ കാര്യം വീട്ടിൽ ചെയ്യുക. എന്നിട്ട് തിരുവോണത്തിനന്ന് ക്ഷേത്രത്തിൽ പോയി, കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ഒരു പാൽപ്പായസം, ഭക്ഷണത്തിലൊന്നാണ് വരുന്നത് തിരുവോണം അല്ലേ, ഒരു പാൽപ്പായസം, ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി, നെയ്വിളക്ക് കൊടുക്കുക. നിങ്ങളുടെ ഉള്ള പോലെ പറ്റുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അന്ന് ഏത് ക്ഷേത്രത്തിലും പോകാം, അതിനൊന്നൊരു കുഴപ്പമില്ല. കൃഷ്ണക്ഷേത്രത്തിൽ കൂടെ പോവുക കേട്ടോ, നന്നായിരിക്കും. ഭഗവാൻ ജീവിതം മുഴുവൻ നിങ്ങൾക്കുള്ള ഐശ്വര്യങ്ങൾ തരും. ഇനിയും ഈ പറഞ്ഞ വീട്ടിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ദിവസവും ചെയ്യാം. അപ്പം ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ ഇങ്ങനെ തുടങ്ങുക, ഈ പറഞ്ഞ ദിവസം തുടങ്ങുക. പിന്നെ 5:30-ക്കോ 6 മണിക്കോ ഇടയ്ക്ക് ഇത് ചെയ്യണം. ചെയ്തിട്ട് വേണേൽ അന്നും ക്ഷേത്രത്തിൽ പോകാം ശനിയാഴ്ചയും. അപ്പം പിന്നെ ഈ എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രാവിലെ ഏത് സമയത്തും ചെയ്യാം. കുളി കഴിഞ്ഞ ഉടനെ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ, ദിവസവും ചെയ്യാം. ഇനി ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വ്യാഴാഴ്ചകളിൽ കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. നിങ്ങൾ കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പോയി അപ്പം ഭഗവാന്റെ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം ഈ വിദ്യ നിങ്ങൾ രാവിലെ ചെയ്തു, അതോടൊപ്പം നിങ്ങൾ ഭഗവാന്റെ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈയിൽ ഒരു നാണയം പിടിച്ച്, 1 രൂപ നാണയം ഒക്കെ എത്ര ആയിക്കോട്ടെ, ഒരു നാണയം പിടിച്ച് ഭഗവാനെ അവിടുത്തെ ഈ മന്ത്രം ജപിക്കണം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സർവസൗഭാഗ്യം കുരു സ്വാഹ എന്ന്. അതായത് വീട്ടിൽ ശനിയാഴ്ച സെപ്റ്റംബർ 14 രാവിലെ കർപ്പൂരം കത്തിച്ച പ്രാർത്ഥന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഒരു നാണയം ഇടതുകൈയിൽ പിടിച്ച് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഈ മന്ത്രം വീണ്ടും 3 തവണ ജപിച്ച ശേഷം ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം ഈ നാണയത്തിലേക്ക് വരണേ, എനിക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും എല്ലാം നൽകണേ, എന്നെ സഹായിക്കണം, ഭഗവാനെ നന്ദി എന്ന് പറഞ്ഞ് ശേഷം ഇങ്ങനെ കയ്യിൽ പിടിച്ച് ചുരുട്ടി പ്രാർത്ഥിക്കണം, ഇടത് കയ്യിൽ പിടിച്ച്. എന്നിട്ട് പിന്നെ ഈ നാണയം നോക്കാതെ തന്നെ ഇത് പേഴ്സിനകത്ത് വെക്കുക, നോക്കാതെ തന്നെ. എന്നിട്ട് തുറക്കാത്ത കള്ളിയിൽ എവിടെയെങ്കിലും വെക്കുക. ഇതുകൂടി ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ വ്യാഴാഴ്ചകൾ കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. രാവിലെ പോയി ഈ നാണയം തന്നെ നിങ്ങൾ കയ്യിലെടുത്ത് ഭഗവാന്റെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാൻ 3 വലത്ത് വെച്ച ശേഷം ഇതുപോലെ തന്നെ നടയ്ക്ക് മുന്നേ നിന്ന് ഭഗവാൻ എല്ലാവരും വഴിപാട് ചെയ്യണം കേട്ടോ. എണ്ണാമാല, അർച്ചനയോ പാൽപ്പായസം എന്തെങ്കിലും വഴിപാട് ചെയ്ത ശേഷം വേണം ഈ വഴിപാടിൻ്റെ രസീത് നടക്കി വെച്ച ശേഷം ഈ നാണയം തന്നെ പേഴ്സിനകത്തു നിന്ന് എടുത്ത് നിങ്ങൾ കയ്യിൽ പിടിച്ച് ഈ പറഞ്ഞ മന്ത്രം ജപിച്ച് 3 തവണ വലത് വെച്ച ശേഷം നടയ്ക്ക് നേരെ നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ പിടിച്ച് ഭഗവാനെ ഈ നാണയം വെച്ച് ഈ നാണയം ഭഗവാന്റെ മന്ത്രം ജപിച്ച് ഭഗവാനെ ഞാൻ വലം വെച്ചു, ഈ നാണയത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വരണേ, എനിക്ക് അന്നത്തേക്കുള്ള ധനവും സമ്പത്തും നൽകണേ, ഭഗവാനെ എന്നെ സഹായിക്കണം, നന്ദി എന്ന് പറഞ്ഞ് അപ്പോഴൊക്കെ ഈ നാണയം ചുരുട്ടി പിടിക്കണം. തുറന്നു നോക്കരുത്. നെഞ്ചോട് ചേർത്ത് ഇടത് കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് ചുരുട്ടി പിടിച്ച് ഇടതുകാലം മുന്നോട്ട് പിടിച്ച് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഇത് പേഴ്സി ആ ഒരു നാണയം തന്നെ ഉപയോഗിക്കണ്ട കേട്ടോ. എന്നും ഇതിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പം ദിവസവും ഈ നാണയം എടുത്തിട്ട് പ്രാർത്ഥിച്ചിരിങ്ങനെ പേഴ്സി വെക്കാം. പിന്നെ വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ ഈ ഒരു നാണയം തന്നെ ഉപയോഗിച്ചാൽ മതി. കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ പേഴ്സി വെക്കുക. ഇത് വ്യാഴാഴ്ചകളിൽ ക്ഷേത്രത്തിൽ വെച്ചും ഇങ്ങനെ ചെയ്യുക. ഞാനീ പറഞ്ഞ കാര്യം ഒരു വ്യാഴാഴ്ച ചെയ്തിട്ട് നാണയം വെച്ചിട്ട് ഒരു ലോട്ടറി എടുത്താൽ
ഒരാൾക്കാണ് 10 ലക്ഷം അന്ന് ബമ്പറിന് സെക്കൻഡ് പ്രൈസ് അല്ല, ഏത് പ്രൈസാണെന്ന് എനിക്ക് അറിയത്തില്ല, ഓർക്കുന്നില്ല. അത് 10 ലക്ഷം അടിച്ച അന്ന് ഞാൻ വീഡിയോക്കകത്ത് ഇട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബമ്പറിൻ്റെ പ്രൈസാണ് 10 ലക്ഷമാണ്. അപ്പോൾ അത് വീഡിയോക്കകത്ത് ഞാനത് ഇട്ടായിരുന്നു, ആ അനുഭവം അദ്ദേഹത്തിൻ്റെ. അപ്പം ഇത് ഈ വിദ്യ ചെയ്തതാണ് ക്ഷേത്രത്തിൽ നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് എൻ്റെ വീഡിയോക്കകത്തുണ്ട്, പഴയ വീഡിയോയിലോട്ട് പോയി നോക്കാൻ കാണാം. 10 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം എന്നോട് അനുഭവം പറഞ്ഞ ആ വാട്സപ്പിനകത്ത് അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു. അപ്പം ഇത് എന്ന് കരുതി ഈ ലോട്ടറി എപ്പോഴും എടുക്കണമെന്നോ ലോട്ടറി അടിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളിത് ചെയ്താൽ ഭഗവാൻ ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗം തരും. ഇത് വല്ലപ്പോഴും ലോട്ടറി എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല, വല്ലപ്പോഴും ആകാവുള്ളൂ. വല്ലപ്പോഴും ഞാൻ എടുക്കാറുണ്ട്. ഈ കാലും കൈ വയ്യാത്തവരോടും വേറെ ഉപജീവന മാർഗത്തിന് പറ്റാത്തവരോട് ഞാനൊരു ലോട്ടറി എടുക്കും. 2 കാര്യം, ഒന്ന് നമ്മളത് പ്രതീക്ഷിച്ചല്ല, അപ്പോൾ അവർക്കൊരു ഗുണമാകും. പിന്നെ വല്ലപ്പോഴും ഭാഗ്യം പരീക്ഷിക്കുന്നത് തെറ്റില്ല എന്ന നിലയിലും. അപ്പം ആഴ്ചയിലൊന്നോ വല്ലപ്പോഴും ഒന്നും എടുക്കുന്നത് തെറ്റില്ല. എപ്പോഴും എടുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, അതിനോട് യാതൊരു അഭിപ്രായമില്ല. അപ്പം ഇപ്പോൾ ഈ ലോട്ടറിയുടെ കാര്യം ഞാൻ ഈ അനുഭവം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഇപ്പം എല്ലാവർക്കും അങ്ങനെ ലോട്ടറി അടിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ വിദ്യ പറഞ്ഞിടത്ത് ഒരാൾക്ക് ലോട്ടറി അടിച്ചായിരുന്നു 10 ലക്ഷം. അതേ പറഞ്ഞോളൂ, അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഓർത്തപ്പം ഈ വിദ്യയുടെ കാര്യം ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു ആളുടെ കയ്യിൽ ലോട്ടറി വിൽപ്പനക്കാരനാണ്, പുള്ളിക്ക് ഫസ്റ്റ് പ്രൈസ്, പുള്ളി കൂടുതൽ ലോട്ടറിക്ക് അടിച്ചു. എനിക്ക് ഒരു ചെറിയ സ്വർണ്ണ നാണയം എനിക്ക് കൊണ്ട് തന്നു. അപ്പോൾ അത് ഈ വിദ്യയല്ല, അത് വേറെ ചില വിദ്യകൾ വീഡിയോയിൽ കണ്ട് പറഞ്ഞു ചെയ്യുകയാണ്. ആ സ്വർണ്ണ നാണയം ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. ഞാനത് ഉണ്ണിക്കണ്ണന് സമർപ്പിച്ചിരിക്കുക, അത് ഭഗവാനും കൊണ്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക, കൃഷ്ണന്. അപ്പോൾ ഇത് പിന്നെ ഒരുപാട് ആളുകൾക്ക് പല പ്രൈസുകൾ ഒക്കെ ഇങ്ങനെ ഭാഗ്യങ്ങൾ പലതരം കാര്യങ്ങൾ ചെയ്ത് അത് അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചിന്തിക്കേണ്ട, അതിൻ്റെ പുറകെ പോകണ്ട. നമ്മൾ അധ്വാനിച്ച് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിന് ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും ഉറപ്പായിട്ടും. പിന്നെ ഭാഗ്യം വല്ലപ്പോഴും പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അത് ഭഗവാനിൽ സമർപ്പിക്കുക, അതേന്ന് ചിന്തിക്കരുത് കേട്ടോ. നമുക്കൊരു ജീവിതമാർഗ്ഗം ഈശ്വരൻ തരണം, അത് എന്നും ഉണ്ടായിരിക്കണം. ഒരു തൊഴിൽ ചെയ്ത് അത് മനസ്സിൽ വെച്ചാൽ മതി, അത് ഭഗവാൻ തരും. അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഭാഗ്യം പല രീതിയിൽ വരുന്നെങ്കിൽ വരട്ടെ. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ശിവവിദ്യയാണ്. ശിവവിദ്യ പറഞ്ഞു കഴിഞ്ഞ് മദ്യപാനം മാറാനുള്ള ഒരു നല്ല പ്രാർത്ഥന പറഞ്ഞു. അപ്പോൾ ശിവവിദ്യ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും വിലപ്പെട്ട ഒരു വിദ്യയായിരിക്കും. എൻ്റെ ഒരു ഓണർ സമ്മാനമായിട്ട് ഞാൻ തരികയാണ്. അതിനു മുമ്പ് ഭഗവാനെ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം. ഇത് അഘോരികൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ്. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. ആ ഭഗവാനെ ഞാനൊന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് എനിക്ക് ശിവാനുഭവം ഉണ്ടായ ഒരു മന്ത്രമാണ്. ഞാൻ ശിവനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ കണ്ട് അങ്ങനെയുള്ളതൊന്നുമല്ല. ശരിക്കും ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയും. അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നുമല്ല. ഞാൻ ഭഗവാനിൽ ലയിച്ചിരുന്ന ഒരു വിദ്യയുണ്ട്, ഒരു മന്ത്രമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ശിവാനുഭവം ഉണ്ടായൊരു മന്ത്രമുണ്ട്. ശരിക്കും ഈ അഗസ്ത്യർ പറയാറുണ്ട്, കണ്ടവൻ മിണ്ടില്ല, മിണ്ടിയവൻ കണ്ടില്ല. ഇത് ഇപ്പം നമുക്ക് ശിവാനുഭവം ഉണ്ടായത് അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, അനുഭവിച്ചവന് പറയാൻ പറ്റത്തില്ല, പറയുന്നവനോട്ട് അനുഭവിച്ചതുമല്ല. ഞാൻ പറയുന്ന അനുഭവത്തെക്കുറിച്ചല്ല, ഞാൻ നിങ്ങൾക്ക് ഭഗവാനിലേക്ക് ലയിച്ചിരിക്കാനുള്ളൊരു വഴിയെക്കുറിച്ചാണ് പറയുന്നത്. അത് പിന്നെ അനുഭവം നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ വിശ്വാസവും പോലെ ഉണ്ടായി വരും. അത് ആർക്കും പറഞ്ഞു കൊടുക്കാനോ കൈമാറാനോ പറ്റത്തില്ല, ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു മന്ത്രം ജപിക്കുക. നിങ്ങൾ രാവിലെ എപ്പം വേണമെങ്കിലും ചെയ്യുക. കുളി കഴിഞ്ഞോ നിങ്ങൾ സ്വസ്ഥമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കസേരയിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യുക. ഹര ഹര ശിവ ശിവ, ഹര ഹര രുദ്ര മഹാദേവ, ശിവ ശിവ രുദ്ര മഹാദേവ, ശംഭോ രുദ്ര മഹാദേവ. ഈ മന്ത്രം ജപിച്ചാണ് എനിക്ക് ആദ്യമായി ശിവാനുഭവം ഉണ്ടായത്. ഞാൻ ഭഗവാനെ അറിഞ്ഞ ഈ മന്ത്രം ജപിച്ച അന്ന് ഞാൻ ഈ മന്ത്രം ജപിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു കുഞ്ഞ് സ്ഫടിക ശിവലിംഗം വെച്ചാണ് ഞാൻ ഈ മന്ത്രം ജപിച്ചത്. നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. വീടുകളിലൊന്നും ശിവലിംഗം വെച്ച് നമ്മളൊരിക്കലും പ്രാർത്ഥിക്കരുത്, കാരണം അതിനൊക്കെ വ്യവസ്ഥയുണ്ട്. അന്ന് എൻ്റെ ചെറുപ്പമാണ്, എനിക്ക് അതിനുള്ള അറിവേ ഉള്ളായിരുന്നു, ഭഗവാനുള്ള ഭക്തി കൂടുതലായിരുന്നു. അങ്ങനെ
ഞാനൊരു ദിവസം രാത്രി ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ ശിവലിംഗത്തിൽ നിന്നൊരു പ്രകാശം എന്നിലേക്ക് വന്നതായിട്ട് അത് ഞാൻ ലയിച്ചിരുന്നു. എൻ്റെ അനുഭവം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആദ്യം ശിവാനുഭവം ഉണ്ടാകുന്നത്. പിന്നെ ആ ശിവലിംഗം വീട്ടിൽ നിന്ന് മാറ്റി നമ്മളത് ഒരിടത്തുകൊണ്ട് അത് ഒരു സമർപ്പിക്കുകയായിരുന്നു. വീട്ടിലൊരിക്കലും ആ ചൈതന്യം വന്നു കഴിഞ്ഞാൽ അതിന് വ്യവസ്ഥകളുണ്ട്, ഒരിക്കലും പാടില്ല. പക്ഷെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അന്ന് ഞാൻ ചെയ്തു. പക്ഷെ എന്തായാലും കൊള്ളാം, എനിക്ക് ഭഗവാന്റെ അനുഭവം ഉണ്ടായി. പക്ഷേ നിങ്ങൾ അങ്ങനെ ശിവലിംഗം ഒരിക്കലും വീട്ടിൽ വെക്കരുത് കേട്ടോ. ഇനിയിപ്പം ഭഗവാന്റെ ഒരു ശിവപാർവതി കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. ഹര ഹര ശിവ ശിവ, ഹര ഹര രുദ്രമഹാദേവ, ശിവ ശിവ രുദ്രമഹാദേവ, ശംഭോ രുദ്രമഹാദേവ. ഇത് ജപിക്കുക, വാഗുകൊണ്ട് ജപിക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിരിക്കണം. കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളുടെ ഓരോ ചക്രാസും, ചക്രാസ് എന്ന് വെച്ചാൽ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. ഈ നട്ടലിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തുള്ള ചക്രമുണ്ട്, മൂലാധാര ചക്രം. അതായത് മലദ്വാരത്തിൻ്റെ മുകളിലായി നട്ടല് തുടക്കം നടത്തുക. അതാണ് മൂലാധാര ചക്രം. അതിന് തൊട്ട് മുകളിലായിട്ടാണ് സ്വാധിഷ്ഠാന ചക്രം. ആ സ്വാധിഷ്ഠാന ചക്രത്തിന് മുകളിൽ, പുക്കിൽക്കൊടിക്ക് മുകളിലായിട്ടാണ് മണിപൂരക ചക്രം. പിന്നെ ഹൃദയത്തിലാണ് അനാഹത ചക്രം. പിന്നെ തൊണ്ടക്കുഴിക്കുള്ളിലാണ് വിശുദ്ധി ചക്രം. ഇതെല്ലാം നട്ടലിൽ തന്നെ സങ്കല്പിക്കണം. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും ചക്രാസിൻ്റെ പൊസിഷൻ കാണാൻ പറ്റും. നമ്മളെ സങ്കല്പിച്ചാൽ മതി. പിന്നെ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് ഒരു വര അകത്തോട്ട് വരച്ചാലും ഇവിടുന്ന് ഒരു വര അകത്തോട്ട് വരച്ചാലും 4 കൂടുതൽ ജംഗ്ഷൻ കാണും. അത് നിങ്ങൾ സങ്കല്പിക്കണ്ട കേട്ടോ. ഈ പറയുന്ന വിശുദ്ധി വരെ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി, വിശുദ്ധി ചക്രം വരെ. ഇനിയും ആജ്ഞ നിങ്ങൾക്കത് അനുഭവമായിട്ട് വന്നോളൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് അനുഭവമായിക്കോളും. അത് നിങ്ങളവിടെ സങ്കല്പിക്കേണ്ട ഈ വിദ്യ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചിട്ട് ഓരോ ചക്രാസും മനസ്സിൽ സങ്കല്പിച്ച് ശിവോഹം എന്ന് വാഗുകൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. കണ്ണടച്ച് ശിവോഹം ഓരോ ചക്രാസിലും മൂലാധാരം സങ്കല്പിച്ച് ശിവോഹം. പിന്നെ മൂലാധാരം കഴിഞ്ഞ് മുകളിൽ സ്വാധിഷ്ഠാനം, മൂലാധാരം കഴിഞ്ഞ് സ്വാധിഷ്ഠാന ചക്രം അത് മനസ്സിൽ സങ്കല്പിച്ച് ശിവോഹം ജപിക്കുക. സ്വാധിഷ്ഠാനം കഴിഞ്ഞ് പുക്കിൽക്കൊടിക്ക് മുകളിലായിട്ട് നട്ടലിൽ തന്നെ മണിപൂരക ചക്രം മനസ്സിൽ സങ്കല്പിച്ച് ശിവോഹം ജപിക്കുക. ചക്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശവലയം സങ്കല്പിച്ചാൽ മതി. നിങ്ങളിപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആ രീതി ചെയ്താൽ മതി. അത് അനുഭവമായിക്കോളും. ഒരു വെള്ളപ്രകാശം അല്ലെങ്കിൽ ഒരു പ്രകാശ വലയം സങ്കല്പിക്കുക. അത്രയേ ഉള്ളൂ. ഒരു വൃത്തത്തിൽ അത്ര മതി. നിറവൊന്നും നിങ്ങൾ ഇപ്പം ചിന്തിക്കേണ്ട അതിനെക്കുറിച്ച് കേട്ടോ. അതൊക്കെ ഉയർന്ന പടികളാണ്. ഇനി അനാഹതം നെഞ്ചിനുള്ളിൽ ചക്രം സങ്കല്പിച്ച് ശിവോഹം ജപിക്കുക. വിശുദ്ധി തൊണ്ടക്കുഴിക്കുള്ളിൽ ചക്രം സങ്കല്പിച്ച് ശിവോഹം ജപിക്കുക. ഇതെല്ലാം ഓരോ ചക്രാസിലും കണ്ണടച്ച് വാഗുകൊണ്ട് ജപിക്കണം. എന്നിട്ട് നിങ്ങൾ ആ മൂലാധാരം തൊട്ട് മുകളിൽ വരെയുള്ള ചക്രങ്ങൾ താഴെ നിന്നും മൊത്തത്തിൽ മേലോട്ടൊന്ന് സങ്കല്പിച്ച് ശിവോഹം ജപിക്കുക വാഗുകൊണ്ട്. എന്നിട്ട് കണ്ണടച്ചിരിക്കുക, ഉള്ളിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു ഞാൻ പറയുന്ന ഇതുപോലെ എഴുതിയെടുത്ത് മനസ്സിൽ ചിന്തിക്കണം. എനിക്ക് യാതൊന്നിനോടും ആഗ്രഹങ്ങളില്ല. ഈ ചെയ്യുന്ന ഒരു മിനിറ്റ് ആഗ്രഹങ്ങളില്ലാതിരുന്നാൽ മതി. പിന്നെ ആഗ്രഹിച്ചു. എനിക്ക് യാതൊന്നിനോടും ആഗ്രഹമില്ല. കണ്ണടച്ച് മനസ്സിൽ ചിന്തിക്കേണ്ടതാണ്. എനിക്ക് യാതൊന്നിനോടും ഭയമില്ല. എനിക്ക് യാതൊന്നും സങ്കടങ്ങളുമില്ല. എനിക്ക് യാതൊരു വിഷമങ്ങളുമില്ല. എനിക്ക് ആരോടും വെറുപ്പുമില്ല. യാതൊന്നിനോടും വേർതിരിവുമില്ല. വേർതിരിവെന്ന് വെച്ചാൽ ഞാൻ വേർതിരിച്ച് കാണും. എല്ലാം ഒരുപോലെ ആണെന്ന് അർത്ഥം. എനിക്ക് ഒന്നിനോടും വേർതിരിവില്ല. ഞാൻ ശിവോഹമാണ്. ഞാൻ ഒരിക്കലും ഇനി എന്നെ കുറ്റപ്പെടുത്തത്തില്ല. ഞാൻ മറ്റാരെയും ഇനിയും കുറ്റപ്പെടുത്തത്തുമില്ല. ഞാൻ ശിവോഹമാണ്. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. എല്ലാവരും എന്നോടും ക്ഷമിക്കുന്നു. എല്ലാം ശിവോഹമാണ്. ഞാനും ശിവോഹം. ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നതും അകവും പുറവും ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ശിവോഹം. ഞാനും ശിവോഹമാണ്. ശിവോഹമല്ലാതെ യാതൊന്നുമില്ല. ശിവോഹം എന്ന് ഇത്രയും മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങനെ അല്പനേരം ഇരിക്കുക. നിങ്ങൾ ഭഗവാനെ അറിയും. ഇവിടെ ഒരു ഇടനിലക്കാരനും വേണ്ട. നിങ്ങൾ ഭഗവാനെ അറിയും. നിങ്ങൾ ആർക്കും പൈസയും കൊടുക്കണ്ട, ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുക്കണ്ട, എൻ്റെ പുറകെ നടക്കണ്ട, എന്നെ ഗുരുവായിട്ട് ഒന്നും വേണ്ട. ഞാൻ ഗുരുവല്ല, ആരുമല്ല. ശിവനാ ഗുരു, പരമശിവന, പാർവതീവേ ഗുരു. നിങ്ങൾ കറക്റ്റ് ആ ഈശ്വരനെ അറിയും. നിങ്ങൾ ശരിയായ രീതിയിലുള്ള നിങ്ങളുടെ
ചക്രാസ് എന്ന് വെച്ചാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഈശ്വരനെ അറിയും. ഇതിൽ കൂടുതലൊരു ഓണസമ്മാനം നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇതേ ഉള്ളൂ. ഇതാര് ചെയ്യുന്നോ അവൻ്റെ ജീവിതം ധന്യമായി. ആര് ചെയ്യുന്നോ അവരുടെ ജീവിതത്തിൽ എല്ലാമായി. അതിനപ്പുറത്ത് ഒരു അറിവില്ല, അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല, അതിനപ്പുറത്തൊന്നുമില്ല. എവരിത്തിങ് നിങ്ങളുടെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ. നിങ്ങളുടെ വെളിയിൽ, നിങ്ങളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് നിങ്ങളുടെ വെളിയിൽ ഉള്ളത്. അതെല്ലാം ശിവോഹമാണ്. അവനവൻ്റെ ഉള്ളിലെ ഈശ്വരനെ അറിയുന്നതാണ് ഏറ്റവും വലിയ പൂർണ്ണത. അതാണ് സനാതനധർമ്മം ലോകത്തെ പഠിപ്പിക്കുന്നത്. നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ. തത്വമസി, തത്വം അസി, അത് നീ തന്നെയാകും. അത് നീ തന്നെയാണെന്ന് പറഞ്ഞിട്ടും അതിനെ അനുഭവിക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് അവനവൻ്റെ തന്നെ കുറ്റമാണ്. അപ്പം ഇത് നിങ്ങൾ ചെയ്യുക. എപ്പോഴെങ്കിലും രാവിലെ വൈകിട്ടോ ഒരു 5 മിനിറ്റിൽ 2 മിനിറ്റ് മാറ്റി വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന പലപ്പോഴും നമുക്ക് വേണ്ടിയെങ്കിലും ഒരു 2 മിനിറ്റ് ജീവിക്കുക. നമ്മൾ മറ്റു പല കാര്യങ്ങളുടെയും മറ്റു പലർക്ക് വേണ്ടിയുമാണ് ജീവിതം മുഴുവൻ ജീവിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലും ജീവിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യണം, നമ്മൾ പല പല കാര്യങ്ങളുടെ പുറകെയാണ്. ഒരു 2 മിനിറ്റ് 5 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് ജീവിക്കണം. ഭഗവാനെ അറിയണം, നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരബോധത്തെ അറിയണം. ഇനിയും ഓണക്കാലമാണ്. ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഓണക്കാലത്ത് ആയാൽ ഈ ആളുകൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ നമുക്കൊന്ന് കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വെള്ളം അടിക്കേണ്ടതെന്നോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ആചാരമാണെന്നോ, ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും അല്ല, ചിലരെങ്കിലും ഇതൊരു ആചാരമാണെന്നോ, ഇങ്ങനെ വെള്ളം അടിച്ചാലേ ജീവിതത്തിൽ ശരിയാകത്തുള്ളൂ, ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനാകുമെന്നോ, അങ്ങനെ എന്തോ, അല്ലെങ്കിൽ ആളുകൾ എന്നെ മാറ്റി നിർത്തുന്നു, അങ്ങനെ എന്തോ തെറ്റായ ധാരണ കൊണ്ടാണ് എങ്ങനെ നമുക്കൊന്ന് കൂടണ്ടേ. അപ്പം ആളുകൾ വെള്ളം അടിക്കാൻ പോകും. വെള്ളം അടിച്ചു കഴിയുമ്പോൾ വീട്ടിൽ ബഹളമാകും. പിള്ളേരെയും ഭാര്യയൊന്നും ആഹാരം കഴിക്കാൻ സമ്മതിക്കത്തില്ല. സാധാരണ നാട്ടുമ്പുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണ്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ഒരിക്കലും നമ്മുടെ കൂടെ ഉള്ളവർക്കും കുടുംബത്തിനും മറ്റുള്ളവർക്കും നാട്ടുകാർക്കും ദോഷമാകുന്ന ഒന്നും ചെയ്യരുത്. വെള്ളമടിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വെള്ളമടിച്ച് മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കി കിടന്നുറങ്ങുമോ ഒക്കെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇത് വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ച് നാട്ടുകാരെയും ബുദ്ധിമുട്ടിച്ച് ഒക്കെ അങ്ങനെയുള്ളത് അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അതൊരു കുറ്റം തന്നെയാണ് കേട്ടോ. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കൈകടത്തി അതൊരു കുറ്റം തന്നെയാണ്. അപ്പോൾ അതിന് നമുക്കിപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഈ വെള്ളമടിക്കുന്നവരുടെ ഒരു ലോജിക്കുണ്ട്. അവർ വിചാരിക്കുന്നത് ഇത് അനിവാര്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ വെള്ളമടിക്കുന്ന അയാൾ ചിലപ്പം അടുത്ത വീട്ടിലുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് പോയി നിർബന്ധിച്ച് വെള്ളം മേടിച്ചു കൊടുക്കും. അപ്പോൾ ഈ വെള്ളം മേടിച്ചു കൊടുക്കുന്ന ആളുടെ മോനൊന്ന് വെള്ളം മേടിച്ചു നോക്കിയേ, അയാൾ ചിലപ്പം തല്ലാൻ ചൊല്ലും. അപ്പോൾ ഇത് മേടിച്ചു കൊടുക്കുന്ന സ്നേഹം കൊണ്ടല്ല എന്ന് ഇദ്ദേഹത്തിനും അറിയാം, കൊടുക്കുന്നവർക്കും അറിയാം. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതാണ് അതിൻ്റെ അകത്ത് ഒരു മാനസികമായ സുഖം കിട്ടുന്നുണ്ട്. എന്ത് തന്നെയാണ് ഒരാളിപ്പം വഴക്കുണ്ടാക്കുന്ന ഒരാൾക്ക് മേടിച്ചു കൊടുത്തത് വീട്ടിൽ വഴക്കുണ്ടാക്കുക, ഇങ്ങനെ. പക്ഷേ ഇതൊക്കെ ഒരു പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ വെള്ളമടിക്കുന്നവർ സ്വയം അവർക്ക് ശാരീരികമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല മറ്റുള്ള ഒരു കുടുംബം തന്നെ നശിക്കുന്നു. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമാണ് നശിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്തൊക്കെ. അപ്പം അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഒരു പ്രാർത്ഥനാ ഭാഗം വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നല്ലൊരു ദിവസം ഓണക്കാലമൊക്കെ വീട്ടിൽ സന്തോഷത്തോടെ എല്ലാവരുമൊക്കെ വീട്ടിൽ സന്തോഷം ഉണ്ടാകട്ടെ. അങ്ങനെ ഈ വെള്ളമടിച്ച് വഴക്കുണ്ടാക്കുന്നിടത്ത് നിങ്ങൾ ഇപ്പോൾ തിരുവോണമാണ്. അപ്പോൾ ഓണത്തിന് മുമ്പ് വരുന്ന വെള്ളിയാഴ്ച ഇത് ഈ വെള്ളവടിയൊക്കെ ഇങ്ങനെ ഒരു ആചാരം പോലെ ആളുകൾ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ആത്മീയ കാര്യത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പരിഹാരം പറഞ്ഞു തരേണ്ടി വരുന്നത്. കാരണം വീടുകളിൽ സന്തോഷം വരണമെങ്കിൽ ഇത് പ്രാർത്ഥിക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ ഉപദേശിച്ചാലൊന്നും നന്നാകത്തില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരിക്കലും അത് ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കേണ്ട, പാടില്ലാത്ത ശീലങ്ങൾ തന്നെയാണ്. അതിനകത്തൊരു സംശയം വേണ്ട. ഇപ്പം ഈ
ഈശ്വരീയതയിലേക്ക് പോയിരിക്കുന്ന ഏതെങ്കിലും യോഗിമാരോ സിദ്ധന്മാരോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈശ്വരനെ അറിഞ്ഞത് അവർ ചില നിഷ്ഠാചര്യ ഇതിലൂടെയൊക്കെയാണ്. അപ്പം നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഈശ്വരൻ തന്ന ജീവിതം ശരിയായിട്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ബോധം വേണം. വെള്ളമടിച്ചാൽ ബോധം പോകും. അപ്പം ബോധത്തോടെ ജീവിക്കണം. അതുകൊണ്ട് ജീവിതം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന, ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ പേര്, അല്ലെങ്കിൽ മക്കളാണെങ്കിൽ മക്കളുടെ പേര്. ഭർത്താവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും മക്കൾ പഠിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പോൾ ഭർത്താവിന് അച്ഛനല്ല, അപ്പോൾ മക്കളെ ഉപദേശിക്കാൻ യോഗ്യതയില്ല. അതായിരുന്നു കുഴപ്പം. ഇത് കണ്ടു പഠിക്കുകയാണ് അടുത്ത തലമുറ. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. ഇപ്പം ഈ കൊച്ചു കുട്ടികൾ വരെ ഈ മദ്യപാന ശീലങ്ങളൊക്കെ, അതെല്ലാ ശീലങ്ങളും, മദ്യപാനം ആയിക്കോട്ടെ, പല ശീലങ്ങളിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അവരെ ഉപദേശിക്കാൻ പ്രായമുള്ളവർക്കും പറ്റത്തില്ല. കാരണം വെള്ളം അടിക്കുന്നവർക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ലല്ലോ. ഉപദേശിച്ചാൽ അവരെന്തുമാത്രം വില വയ്ക്കും. അതാണ് അതിൻ്റെ അകത്ത് വേറെ കുഴപ്പം. അപ്പം ആരുടെ പേരിലാണേലും ആ പ്രശ്നം ഉണ്ടാക്കുന്നവരെ അവരുടെ നാളും പേരും പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന, ജലധാര, കൂവളത്തിലാർച്ചന, വെള്ളിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചനയും ഒരു ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യണം. അത് രാവിലെയും ചെയ്യണം ഐക്യമത്യാർച്ചന. ഇപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഒരു രസീത് തന്നെ എടുത്ത് വൈകിട്ടും ഐക്യമത്യാർച്ചനയും ചെയ്യണം, മൃത്യുഞ്ജയാർച്ചനയും ചെയ്യണം. രാവിലെ ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലാർച്ചന, ഐക്യമത്യാർച്ചന. അതായത് ആരാണോ ഐക്യപ്പെടേണ്ടത് അവരുടെ പേര് എന്നുള്ളത്. വൈകിട്ട് മൃത്യുഞ്ജയാർച്ചനയും ഐക്യമത്യാർച്ചനയും ശിവക്ഷേത്രത്തിൽ ചെയ്യുക, വെള്ളിയാഴ്ച ചെയ്യണം. ഇത് ചെയ്തു കൃത്യമായിട്ട് എന്നാണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. ഇനി ചിലപ്പം വെള്ളം അടിച്ചാൽ പോലും കുഴപ്പമൊന്നും വരത്തില്ല. കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞ് ചെയ്ത് നല്ല രീതിയിൽ ജീവിതം ഒരു കുഴപ്പമില്ലാതെ ഏറ്റവും ഐശ്വര്യത്തോടെ പോകുന്നുണ്ട്. ഒരുപാട് അനുഭവമുണ്ട്. ധൈര്യമായിട്ടിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം അടിച്ചാൽ പോലും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ദോഷമായിട്ടൊരു കാര്യങ്ങളും വരാതെ ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും. മാത്രമല്ല ഈ വ്യക്തി നന്നാകുകയും ചെയ്യും. പിന്നീട് സാധിക്കുന്ന വെള്ളിയാഴ്ചകളൊക്കെ പിന്നീടാണെങ്കിലും ഇത് ആവർത്തിക്കണം. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട് കേട്ടോ, ഒരുപാട് അനുഭവം ഭഗവാന്റെ മുന്നിൽ നിന്നാണ് പറയുന്നത്. ഒരുപാട് കുടുംബങ്ങളുടെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓണക്കാലമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യും. ഇനി ചില ക്ഷേത്രത്തിലൊക്കെ വൈകുന്നേരം മൃത്യുഞ്ജയാർച്ചന ചെയ്യത്തില്ല എന്നിങ്ങനെ, അത് മലബാർ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഗുണം ഉണ്ടാകാറുണ്ട്. അത് പലയിടത്തും പല രീതിയായിരിക്കും, ആചാരങ്ങളായിരിക്കും. നമ്മളിപ്പോൾ അതിനകത്ത് അവിടുത്തെ ആചാരങ്ങളെ നമ്മൾ ബഹുമാനിക്കുക. നമ്മളിപ്പോൾ അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ചെയ്യാത്തടത്ത് ശംഖാഭിഷേകം ചെയ്യണം, ചെയ്യുന്നിടത്ത് മൃത്യുഞ്ജയാർച്ചന തന്നെ വൈകിട്ടും ചെയ്യണം. ചെയ്തവർക്ക് കറക്റ്റ് ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന, ഏതൊരാളുടെ ജീവിതത്തിൽ അറിഞ്ഞാൽ ഗുണമുണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ്. അത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമില്ല തള്ളിക്കളയാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. പറഞ്ഞു മനസ്സിലായോ? ഇത് ഏതൊരാൾക്കും ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണത്. ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ അഭിപ്രായവും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതങ്ങനെ മനസ്സിലാക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോം.